എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഹൈ സ്പീഡിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ബാക്കി നല്ലപോലെ നമുക്ക് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് 6 പാത്രങ്ങളിലേക്കായിട്ട് തുല്യമായിട്ടൊന്ന് വീതിച്ച് കൊടുക്കണം. 6 ലെയറാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1-2 ഡ്രോപ്പ് മാത്രം റെഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ റെഡാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 5 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് താഴെ മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് ചെറിയ ലെയറാണ് കേട്ടോ ഉണ്ടാക്കാൻ കിട്ടുന്നത്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ബേക്കാകുന്നതുകൊണ്ട് തന്നെ അടുത്ത ബാറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി കളറൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് യെല്ലോ കളറാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കേക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് അപ്പോൾ തന്നെ നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് മാറ്റുകയാണ്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ മാറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അടുത്ത കളർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. യെല്ലോ കളറാണ് ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ 10 മിനിറ്റ് മാത്രം നമുക്ക് മതി ബേക്ക് ചെയ്തെടുക്കാൻ. ആ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അടുത്ത ലെയർ ഏത് കളറാണ് വേണ്ടുന്നത് ആ കളറൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണ് 6 കളർ നമ്മൾ ഒരേ സമയം തന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങ് പോവുകയാണ്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്ത ലെയർ നമ്മൾ ഓറഞ്ച് കളറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് യെല്ലോയുടെ 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രോപ്പ് റെഡും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓറഞ്ച് കളർ കിട്ടും. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് കേക്ക് റെഡി ആകുമ്പോൾ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ഗ്രീൻ കളറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അത് 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ബ്ലൂ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് 2 ഡ്രോപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി പർപ്പിളാണ് ലാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്ലൂ കളറ് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് പിങ്ക് കളറും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് പർപ്പിൾ കളറുള്ള ഒരു കേക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് അതായത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഉണ്ടാക്കിയതാണ് ഷുഗർ സിറപ്പ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രീം ജ്യൂസാണ് കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ക്രീം ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് നേരത്തെ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇടുന്നില്ല. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ആദ്യം ഒന്ന് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയർ നമ്മൾ പർപ്പിളാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ചോക്ലേറ്റും കൂടെ വൈറ്റ് ചോക്ലേറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ 6 ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇത് ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് കൊടുക്കുവാണ്. ഫൈനൽ കോട്ടൂടെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ല മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് നീലയും 1 ഡ്രോപ്പ് പിങ്കും കൂടെ ചേർത്ത് നമുക്ക് പർപ്പിൾ കളർ ഉണ്ടാക്കിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് എടുത്ത് അതിന് മുകളിലേക്ക് നേരെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ഡ്രിപ്പായിട്ട് വീഴുന്ന പോലെ തന്നെ അതങ്ങ് വീണോളും. മൊത്തത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന കേക്കിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തെന്നി നീങ്ങത്തുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിൽ വശത്തായിട്ടും ബോർഡർ പോലെ മുകൾ വശത്തായിട്ടും പല കളറിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൂക്കളുടെ മുകളിലായിട്ട് ചെറിയ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡ് കളറിൻ്റെ. അത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. വളരെ എളുപ്പത്തിൽ നമ്മുടെ റെയിൻബോ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലൊരു ടോപ്പറും വെച്ച് ഒരു പേര് എഴുതി കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.